ഒരു ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ട ഈ സ്ലറി കൊണ്ടുപോയിട്ട് ഇവിടെ ഈ ചതുരപ്പയര് കണ്ടാ, ചതുരപ്പയര് കണ്ടില്ലേ? ഈ ചതുരപ്പയര് ഇതിനെല്ലാം ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ? ഇതാ കണ്ടാ, ഈ സ്ലറി കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് ഒഴിച്ചു കൊടുത്താലേ കായ് ഉണ്ടാവുള്ളൂ നല്ല പോലെ. അതിനാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഓരോന്ന് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടാ. എല്ലാത്തിനും ഒഴിക്കണം. സ്ലറി ആക്കി വെച്ചത് വേണം. ഇതിനിടയ്ക്ക് അപ്പുറത്തെ ഒഴിച്ചിട്ടുണ്ട്, ഇനി ഒഴിക്കണം അത്രേ. കുറേയും കൂടി ഒഴിക്കാനുണ്ട്. ഇതിപ്പോൾ ഓരോന്നിനും ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളെ നന്നാവുള്ളൂ. കൃഷി നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ ഇത് ഇതിന് ഒഴിച്ചു കൊടുക്കട്ടെ. എന്താ ഇത് മത്തൻ കുമ്പളാണ്, ഇത് മത്തനാണ്. മറ്റേത് നരയനുണ്ട് ഇവിടെ. മത്തൻ കുമ്പള ഇത് വേണ്ട, ഇത് മത്തൻ കുമ്പളാണ്. ഇതുണ്ടല്ലേ, ഇത് മത്തൻ കുമ്പളാണ്. ഇതെല്ലാം പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കാഞ്ഞാലുണ്ടല്ലോ വളം ഉണ്ടാവില്ല. അതാണ് ഇതിനകത്ത് കൊടുക്കുന്ന വളമല്ലേ ഉള്ളൂ. നമ്മൾ കൊടുക്കും പോലെയല്ലേ അവർക്ക് നമ്മളോട് തരാൻ കഴിയൂ. അതിനാണ് ഇതിപ്പം ഞാൻ ചെയ്തു കൊടുക്കുന്നത്. വേണ്ട, നിങ്ങൾ ഇത് എന്തെല്ലാം കൊടുക്കുന്നതെന്നില്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ കമന്റിലൂടെ എന്നോട് അറിയിച്ചോ. ഞാനും കൊടുക്കും പോലെ ഞാനോ നിങ്ങളെല്ലാം കൊടുക്കുന്നുള്ളത് നിങ്ങൾ അറിയിച്ചു തരണം കേട്ടാ. ഇതാ കണ്ടില്ലേ? ഇത് നല്ല സ്ലറിയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ കറുപ്പും വരും, നല്ല കറുപ്പും വന്ന് കായ് ഉണ്ടാവും. കായ് ഉണ്ടായി തണ്ണിയില്ല. ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ വളം കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടാ. ഇത് ഇനി കൊടുത്തു. ഇനി ആടെന്ന് വെച്ചാൽ പിന്നെ ഇതുണ്ട്, ബീൻസ് ഉണ്ട്. ബീൻസിനും ഇതെന്ന് വെച്ചാൽ ഇതാണ് പിന്നെ നിത്യവഴുതിനിയാണ്. ഇത് കണ്ട, ഈ നിത്യവഴുതിനക്കും ആ ബീൻസിനും ചീരക്കും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനത് എടുത്തിട്ട് വരട്ടെ. ഇത് വേണ്ട, ഇനി ഞാൻ ഇത് കൊടുക്കട്ടെ. ചതുരപ്പയറിന് കൊടുത്തു. ഇനിയിപ്പം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കൊടുക്കട്ടെ. ഇത് പിന്നെ ഈ നിത്യവഴുതിനക്കാണ് ഇനി കൊടുക്കുന്നത്. വേണ്ട, നിത്യവഴുതിന് കൊടുക്കട്ടെ. എന്താ അതിന് ലേശം കൊടുക്കട്ടെ. അതിന് കൊടുത്തെങ്കിൽ ഇവിടെ ഇതുണ്ട് ബീൻസിന് കൊടുക്കുമായിരുന്നു. ബീൻസ് കായ് ഉണ്ടാവാൻ തുടങ്ങി, എന്നാലും ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു ഇടങ്ങാറാണ്. എന്താ ഇനിയിപ്പം ഞാൻ ഈ ചീരക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഈ ചീര വേഗം വളരണ്ടെങ്കിൽ ഏത് സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ നല്ല ഉഷാറായിട്ട് പാഞ്ഞോളൂ. വേഗം പൊരിച്ച് നടാൻ ആയിപ്പോയി. ഞാൻ ഇതിനിടയ്ക്ക് ഇതായത് ഇത് കണ്ടല്ലോ, കണ്ടാ, ഇതിങ്ങനെ കുറേശ്ശെ നേർപ്പിച്ചിട്ടേ കൊടുത്തിന്. അതുകൊണ്ട് അല്ലെങ്കിൽ വിഷമായി പോവും. കണ്ടാ, കുറച്ച് ഇതങ്ങ് ഒഴിച്ചു കൊടുത്താലേ വേഗം വളർന്നോളൂ. അതിനാണ് കണ്ടാ. ഇനിയിപ്പോൾ ആടെയുണ്ട്. അത് കായിൻ്റെ പുല്ല് പറിക്കണം. അതൊന്ന് പറിച്ചിട്ട് വേണം അതിന് ഇട്ട് കൊടുക്കാൻ. ഭയങ്കര കാടാ. ഇതിനിടയ്ക്ക് പറിച്ചില്ലെങ്കിലും ആ കാട് ആയിപ്പോയി. കാണിച്ചു തരാം. ആ കാട് പറിക്കുന്ന കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ. ഭയങ്കര കാടാന്നത്. എന്താ ഭയങ്കര കാട്. ഇത് കണ്ട, ഞാൻ ഇതിനിടയ്ക്ക് പറിച്ചതാ. കണ്ട ഞങ്ങൾക്ക് ഇതിൻ്റെ കാട് കണ്ട, ഇതിനിടയ്ക്ക് നല്ല വൃത്തി പറിച്ചതാ. എന്നിട്ട് നോക്കുമ്പോൾ കാടായിട്ട് ഇത് കാലെടുത്ത് വെക്കാൻ പറ്റും. എന്നുവെച്ചാൽ വെള്ളം നനയുന്നതും ഉണ്ട്. ഭയങ്കര കാട്. ഇത് ഇങ്ങനെ കാട് പറിച്ച് വൃത്തിയാക്കിയാൽ മാത്രമേ ഇതെല്ലാം അനുഭവം ഉണ്ടാവില്ല. എല്ലാം നല്ലോണം കായ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കായെല്ലാം ചൂട് ആയിട്ട് ശരിക്ക് നല്ല വണ്ണം വെക്കുന്നില്ല. വളം പോരായിട്ടാന്നാ തോന്നുന്നത്. വളം കൊടുക്കലെല്ലാം കുറവാ, വെള്ളം മാത്രമേ കൊടുക്കുന്നില്ല. അതാണ് കണ്ടില്ലേ? ഇതേപോലെ ചക്കരക്കേങ്ങ അടക്കം അതിൽ എല്ലാം വരുന്നുണ്ട്. കണ്ട,
ആണല്ലേ. കണ്ട ഇതിപ്പോൾ ഇങ്ങനെ നല്ല ഇതിപ്പോൾ ബാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ പച്ചക്കറി ഇട്ടാൽ വളമായി തോലായി രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ വൃത്തിയാവലുമായി എല്ലാം ആയി. അതാണ് ഞാനെല്ലാം സമയമില്ലാതെ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്. കണ്ട ഇത് നല്ലപോലെ വൃത്തിയാക്കണം. ഞാനിനി ഇത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാട് വൃത്തിയാക്കും. ഇത് കണ്ടില്ലേ, കണ്ടില്ലേ, ഇപ്പം അത് കള പറിച്ച് പുല്ല് പറിച്ച് വൃത്തിയാക്കി. ഇനിയിപ്പം ഞാനിപ്പോൾ ഇനി ഒഴിച്ചു കൊടുക്കട്ടെ, ഈ വളം ഒഴിച്ചു കൊടുക്കട്ടെ. കണ്ടില്ലേ, കേട്ടോ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ല ആ കായ് കുറച്ച് വണ്ണം വെക്കും. ഇനിയിപ്പോൾ ഒരു മരുന്നും കൂടി അടിക്കാനുണ്ട്, എന്നാലേ ഇത് ഒരു തേച്ച് ഒരു വെണ്ണീര് വാരി പോലെ കാണുന്നുണ്ട്. നോക്കാം, നമുക്ക് ഇതൊന്ന് വീഡിയോ ഒന്ന് ആവട്ടെ. എന്താ ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇത് കൊടുത്താൽ ഇനി നല്ലോണം കായ് ഉണ്ടായിക്കോളും. കായ് വണ്ണം വെച്ചിട്ടുണ്ട്, കായ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എല്ലാം അടിഞ്ഞു പോവുക. കണ്ടില്ലേ, തേച്ചും അടിഞ്ഞു പോവുക. ഇനി കുറച്ച് പച്ചവെള്ളം നനച്ചിട്ടില്ലെങ്കിൽ ചീര ഒരു സമയം ചാണകത്തിൻ്റെ ഇതുകൊണ്ട് ആ സ്ലെറീൻ്റെ കടുപ്പം കൊണ്ട് ഒരു സമയം ചീഞ്ഞു പോയെങ്കിലും മറ്റാണ്. ഉണ്ടല്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ ഇനിയിപ്പം രാവിലെ വെള്ളം നനച്ച് കൊടുക്കാം അത്രേ കയ്യിലും. ഉണ്ടോ, ഇതേപോലെ കുറച്ച് വെള്ളവും നനച്ച് കൊടുത്താൽ നിറയെ കായ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരുപോലെ നിറച്ചുകൊണ്ട് കായ് ഉണ്ടാകുന്നു. പക്ഷെ കായ് ഒരു ഇരയില്ലാതെ സൈസ്, ഒരു ചായ് പോലെ. എന്താ അത് പറ്റിയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഒരു വളത്തിൻ്റെ കുറവുണ്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരുപാട് കായ് ഉണ്ടാകുന്നുണ്ട്, ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും കണ്ടല്ലോ എൻ്റെ കൃഷീൻ്റെ ഇത് കണ്ടല്ലോ. പോരാതെ ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ട ഇതാണ്, ഇത് കണ്ടില്ലേ, കണ്ട കായ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കായ് ഉണ്ടാകുന്ന, ചെറുതുണ്ടാകുന്ന അത്രേ ഒരുപാട് ഉണ്ടാകുന്നു. കണ്ട ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. കണ്ട ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഉണ്ടാകുന്നുണ്ട്. ചെറിയ സൈസ് വണ്ണം കുറഞ്ഞ സൈസ് പയറാണ്, പക്ഷെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കണ്ട നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും എല്ലാം നട്ടു നോക്കുക. എല്ലാ കാര്യവും നമുക്ക് ഇവിടുന്ന് നട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നുമില്ലയെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.